സമരം ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പൗരാവകാശങ്ങളെല്ലാം നിലനിർത്തുന്നതിനും ഇതിനേക്കാൾ കാര്യക്ഷമമായ സിവിൽ സർവീസ് ഉണ്ടാക്കുന്നതിനും വിദ്യാഭ്യാസ സംവിധാനം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സമരം. അല്ലാതെയും വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്, നമുക്കറിയാം. വളരെ തുച്ഛമായ ശമ്പളം കൊടുത്ത് ഈ അൺഎയ്ഡഡ് മേഖലയിൽ നടക്കുന്ന പ്രവർത്തനം പോലെ വിദ്യാഭ്യാസ രംഗത്ത് ആൾ വേണ്ട, പൊതുഗതാഗതം വേണ്ട, എല്ലാം പ്രൈവറ്റുകാർക്ക് കൊടുത്താൽ മതി. പൊതുജന ആരോഗ്യം വേണ്ട, അത് നോക്കാൻ ഇവിടെ സ്വകാര്യ ആശുപത്രികളുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലേക്കും സ്വകാര്യ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഒരു സംവിധാനം തീരുമാനിച്ചാൽ അതിനകത്ത് പെട്ടുപോകുന്നത് മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ശക്തമായ സിവിൽ സർവീസ് ഉണ്ടാവുക തന്നെ വേണം. ആ സർവീസിൽ സേവന സന്നദ്ധരായ ഉദ്യോഗസ്ഥരെ ഉറപ്പിച്ചു നിർത്തുകയും അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും പോരായ്മകൾ പരിഹരിക്കുകയും ജീവനക്കാരുടെ ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുന്ന പോരായ്മകൾ വളരെ ഗൗരവമായി ജനാധിപത്യ രീതിയിൽ പരിഹരിച്ച് കാര്യക്ഷമമായ സിവിൽ സർവീസ് ജനസേവനത്തിന് ഉതകുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന പ്രഖ്യാപിത നയമുള്ള സംഘടനകളാണ് സമരരംഗത്തുള്ളത്. അല്ലാതെ കേവലമായ കൂലി എഴുത്തുകാരായ പത്രങ്ങളും മാധ്യമങ്ങളും നടത്തുന്ന പ്രചാരവേരയിൽ അകപ്പെട്ട് ഒരു ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെയും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കൂടിയാണ് ഈ സമരം. അതുകൊണ്ട് പെൻഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നതല്ല. ലോകത്തെ പണിയെടുക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളിലും ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്റുകൾ, ഒരു രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ, അവർക്കതിന് കഴിയാതെ വരുമ്പോൾ അവരുടെ ജീവിത സുരക്ഷിതത്തിന് കൊടുക്കുന്ന നാമമാത്രമായ ഉപജീവന മാർഗമാണ്. അത് കൊടുക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ലോകത്തെവിടെയും അത് അംഗീകരിക്കുന്ന കാര്യമല്ല. അതൊരു പുതിയ കാര്യമായി ചർച്ച ചെയ്യുന്നത് ഉചിതമായ കാര്യമല്ല. അത്തരം കാര്യങ്ങളിൽ ജീവനക്കാരും അധ്യാപകരും ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് സർക്കാർ സംവിധാനത്തിൽ എല്ലാ നിയമങ്ങളും പാലിച്ച് സർക്കാരിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി ജോലി ചെയ്യുന്നവരാണ് ജീവനക്കാർ. അവർ പൂനാക്കാരല്ല, വിദേശത്തുനിന്ന് വന്നവരല്ല എന്ന് നാട്ടിലെ ഇത്തരം കൂലി എഴുത്തുകാരായ പത്രക്കാരും ഇത്തരം കാര്യങ്ങളിൽ വിദണ്ഡവാദം ഉയർത്തുന്ന ആന്റണിയും അതുപോലെ ഇത് ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ വക്കം പുരുഷോത്തമൻ്റെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം, ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞത്, ഇതെല്ലാം നമുക്കറിയാം. അവരെല്ലാം യഥേഷ്ടം എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ളതും നമ്മൾ നന്നായി പരിശോധിക്കേണ്ടതുണ്ട്. അവർക്ക് എവിടുന്നാണ് സമ്പത്ത് കിട്ടിയത്, ഇത്തരത്തിലുള്ള നിലപാടെടുക്കാനുള്ള അവകാശം അവർക്ക് എവിടുന്നുണ്ടായി എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉദ്യോഗസ്ഥന്മാരല്ല ഈ സംവിധാനങ്ങളെ കുഴപ്പത്തിലാക്കിയത്, മറ്റു പല കൂട്ടുകെട്ടുകളുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. തീർച്ചയായും ന്യായയുക്തമായ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ട പോരാട്ടത്തിൽ അവർ ഒറ്റയ്ക്കല്ല. ഈ രാജ്യത്തെ ആകമാനം സ്നേഹിക്കുന്ന ജനാധിപത്യ മതേതര പുരോഗമനകാരികളായ മുഴുവൻ ആൾക്കാരും ഈ സമരത്തിൻ്റെ പിന്നിൽ അണിനിരക്കുമെന്നും സമരം വിജയിക്കുന്നതുവരെ സമരം തുടരുമെന്നും ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ വർഗ ബഹുജന സംഘടനകളും നൽകുമെന്ന് അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാരെയും സഖാക്കളെയും ബഹുജനങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ലാൽസലാം.